വീടിലേക്ക് സ്വാഗതം. ഇന്ന് നോമ്പ് തുറക്കാൻ റെഡിയാക്കിയിരിക്കുന്നത് ചട്ടിപ്പത്തിരിയാണ്. മലബാർക്കാരുടെ പ്രധാന പലഹാരമാണ്. 6 ലെയറിലാണ് ഞാൻ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നോമ്പിന് ഇത് മാത്രം മതി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അതിനായി ഒരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 മീഡിയം വലുപ്പത്തിലുള്ള സബോള ചെറുതായി കട്ട് ചെയ്തതും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലതുപോലെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഫില്ലിങ്ങിൻ്റെ കൂടെ സബോള കടിക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക. പൊടികളുടെ സ്മെല്ല് മാറിയതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് ചിക്കന് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം സ്റ്റൗവ് ഓഫ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു പത്തിരിയുടെ ആവശ്യമുണ്ട്. അതിനായി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ നോർമൽ വാട്ടർ ഉപയോഗിച്ച് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് എങ്ങനെ മാവ് കുഴയ്ക്കണോ അതുപോലെ കുഴച്ചെടുക്കുക. കുഴച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ 6 ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ 6 പത്തിരി പരത്തിയെടുക്കണം. അപ്പോൾ 6 ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പരത്തിയെടുക്കാം. കുറച്ച് പൊടി തൂവി നൈസായിട്ട് പരത്തിയെടുക്കുക. എത്രയും നൈസാക്കുന്നോ അത്രയ്ക്കും നല്ലതാണ്. കട്ടി കൂടിയാൽ പത്തിരി ചട്ടിപ്പത്തിരി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല. ഇത് ഒരേ റൗണ്ടിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കുക. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇപ്പോൾ ഞാൻ മുഴുവനും പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ചുട്ടെടുക്കണം. ഇനി ഇത് ചുടാനായി ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. ചപ്പാത്തി എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതുപോലെ ചുട്ടെടുക്കുക. അത്രയ്ക്ക് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു ഹാഫ് കുക്കായാൽ മതി. ഇപ്പോൾ ഞാൻ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കാനായി 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. ഒരു നുള്ള ഉപ്പും 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പും പാലൊഴിച്ചിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓരോ പത്തിരി എടുത്ത് മുട്ടയുടെ മിക്സിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി വേറൊരു പത്തിരി എടുത്തിട്ട് വീണ്ടും മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ കവർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കുക. എത്ര പത്തിരി ഉണ്ടോ അത്ര പത്തിരി വരെ ഇതുപോലെ ലെയറായിട്ട് ചെയ്തെടുക്കുക. ഞാൻ മുഴുവനും കാണിക്കാത്തത് വീഡിയോ ലെങ്തായി പോകും. ലാസ്റ്റ് വെക്കുന്ന പത്തിരിയുടെ മുകളിൽ
ബാക്കി വരുന്ന മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ആ ഭാഗം ക്യാമറ ഓഫായി പോയി, അത് കാണിക്കാൻ പറ്റിയില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു പാൻ നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. അതിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുക. ഇത് ആയതിനു ശേഷം വേറൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കമഴ്ത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് നേരം കുക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചട്ടിപ്പത്തിരി റെഡിയായി. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.